ശ്രീ സജീഷ്, നമ്മൾ ഈ ചർച്ച തുടരുന്നതിന് മുമ്പ് ഒരു കാര്യം താങ്കളോട് പറയാനുണ്ട്. അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ, താങ്കളേക്ക് വരികയല്ല. ഇത് 2022 ജൂലൈ മാസം 3-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് പത്തനംതിട്ട ജില്ലയിലെ ഒരിടത്ത് ഒരു ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ഉത്തരവാദപ്പെട്ട ഭരണഘടന തൊട്ട് 2 സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി നടത്തിയ പ്രസംഗം, ആ പാർട്ടിക്ക് ഭരണഘടനയോടുള്ള സമീപനം എന്താണ് എന്ന് ഇന്ന് ദേശീയ തലത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അത് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് BR അംബേദ്കർക്കൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിച്ചു, ജയ് ഭീം എന്ന് വിളിച്ചു. ജയ് ഭീം ഇതേ പാർട്ടിയുടെ മറ്റൊരു MLA-ക്ക്, സജി ചെറിയ എന്നൊരു MLA ആണ്, CPM-ൻ്റെ മറ്റൊരു MLA-ക്ക് ജയ് ഭീം എന്താണ് എന്നുകൂടി പ്രേക്ഷകർ ഇന്ന് നിർബന്ധമായിട്ടും കേൾക്കേണ്ടതുണ്ട്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരും അറിയണ്ടേ? ഭരണഘടനയിൽ 356 അനുച്ഛേദം പ്രയോഗിക്കപ്പെടില്ല എന്ന് പറഞ്ഞ അംബേദ്കർ അല്ലേ, അംബേദ്കർ പറഞ്ഞ ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ആ 59 പിരിച്ചുവിട്ടു. എന്നിട്ട് ഇപ്പോൾ ജയ് ഭീം എന്ന മുദ്രാവാക്യമാണ്. എന്ത് ഭീം? പാലാരി വട്ടത്തിൽ തകർന്നു പോയ ഭീമിനെ പറ്റിയാണോ നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നത്? അത് നമുക്ക് കാണാൻ കഴിയും. ശ്രീ സജീഷ്, ഞാൻ ശ്രീ ഷഫീറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് താങ്കൾ ഇതിനെക്കുറിച്ച് കൂടി പറയാമോ? ഇതെങ്ങനെ പറ്റുന്നു CPM-ൻ്റെ ഒരു ജനപ്രതിനിധിക്ക്? എന്താ എനിക്ക് മനസ്സിലായില്ല. അല്ല, ജയ് ഭീം എന്ന് വിളിച്ചാൽ പാലാരിവട്ടത്തെ ഭീമാണോ എന്ന് ചോദിക്കാൻ താങ്കൾ വല്ലാതെ വൈകാരികമാകുന്നത് ഏത് വൈകാരികത? താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഷഫീറെ നമ്മൾ അങ്ങനെ കുഴയൊന്നുമില്ല. അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലായോ? നിങ്ങൾ പല ഗിമ്മിക്കുകളും കാണിക്കും. ആ ഗിമ്മിക്ക് കാണിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. എന്താ മനസ്സിലായോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾ അതിന്റെ ഇടയിൽ ഒരു ശബ്ദം കേട്ടോണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. അയ്യപ്പദാസ് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഞാൻ കിടക്കാം. ഒരു കാര്യം, ഇവിടെ അംബേദ്കർ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് പുല്ലുവില കാണിച്ചവരാണ് കോൺഗ്രസ്. അതായത് ഭരണഘടന അസംബ്ലിയിൽ തന്നെ വളരെ കൃത്യമായി അംബേദ്കർ പറഞ്ഞു 356 വകുപ്പ് പ്രയോഗിക്കരുതാത്ത ഒരു വകുപ്പാണ്, പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞത്. 1 വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് പഞ്ചാബ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് ആ വകുപ്പ് ഉപയോഗിച്ചത്. ഞാൻ എന്താണ് ഈ ചോദിച്ചത്? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? സജീഷ്, അത് ഉപയോഗിച്ച ആളുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് അംബേദ്കർ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യമാണോ? ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ. അല്ല ശ്രീ സജീഷ്, എന്റെ ചോദ്യം ശ്രീ മുരളി പെരുന്നെല്ലി ഇന്ന് സഭയിൽ ഉന്നയിച്ച ഒരു വാക്കാണ്. അതിനെക്കുറിച്ച് താങ്കൾ പ്രതികരിക്കുമോ? താങ്കൾ ജയ് ഭീം എന്ന വാക്കിനെ കുറിച്ചാണോ പറഞ്ഞത്? അതെ, താങ്കൾ ഇപ്പൊ കേട്ടല്ലോ, നമ്മൾ കേൾപ്പിച്ചല്ലോ. ജയ് ഭീം എന്ന് ഇന്നലെ പ്രതിപക്ഷ നിര BR അംബേദ്കറുടെ ഫോട്ടോയുമായി നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെയും പ്രതിമയുണ്ടല്ലോ നിയമസഭാ കവാടത്തിൽ, അവിടെ ചെന്ന് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇന്ന് അതേക്കുറിച്ച് സഭാതലത്തിൽ മുരളി പെരുന്നെല്ലി ചോദിക്കുകയാണ്, ഇവർ ജയ് ഭീം ഇവരെന്താ പാലാരിവട്ടം ഭീമിനെ കുറിച്ചാണോ പറയുന്നതെന്ന്. ഒരു കാര്യം, ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ അങ്ങനെയായി മാറുമല്ലോ. അംബേദ്കർ ഉയർത്തിപ്പിടിച്ച എന്തെങ്കിലും മൂല്യം ഇന്ത്യൻ ഭരണഘടനയോട് കോൺഗ്രസ് കാണിച്ചിരുന്നോ? ജയ് ഭീം എന്നത് ജയ് ഭീം തന്നെയല്ലേ ശ്രീ സജീഷ് വിളിച്ചത്? അതെങ്ങനെയാണ് മുരളി പെരുന്നെല്ലിക്ക് പാലാരിവട്ടം ഭീം ആവുന്നത്? അത് ആരോടുള്ള അവഹേളനമാണ്? അല്ല ഒരു കാര്യം, അയ്യപ്പദാസ് താങ്കളൊന്ന് സമാധാനം. ഞാൻ സമാധാനപ്പെടാം, പക്ഷെ താങ്കൾ എന്റെ ചോദ്യത്തിലേക്ക് ദയവായി ഒരു തവണയെങ്കിലും ഇന്നത്തെ ദിവസം കാര്യമല്ല. ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് അല്ലാതെ പിന്നെ അപ്പുറത്തെ ചാനലിലുള്ള ചോദ്യത്തിനാണ് ഈ ചാനൽ തന്നെയാ. പക്ഷെ താങ്കൾ ഈ ചോദ്യത്തിന് പുറത്താണ്, ചോദ്യത്തിന് പുറത്തൊരു വലയം തീർത്ത് അവിടെയാണ് താങ്കൾ. അല്ല ഒരു കാര്യം, ഞാൻ പറയുന്ന വാചകം തീർത്തു ഒന്ന് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് കൂടി നോക്കുന്നത് നല്ലതല്ലേ? ശരി, അതിനുകൂടി ഒരു ക്ഷമ കാണിച്ചൂടെ നമുക്ക്? ഞാൻ പറഞ്ഞിട്ട് താങ്കൾക്ക് അത് പൂർത്തീകരിക്കുമ്പോൾ താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരാണോ എന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കുന്നതല്ലേ സുഖം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അംബേദ്കർ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യമൊന്നുമല്ല ജയ് ഭീം എന്ന് പറയുന്നത്.
വിളിക്കുന്ന ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യം അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാനുള്ള അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ചില ഗിമ്മിക് നാടകങ്ങളുണ്ട്. ആ നാടകങ്ങൾക്ക് പാലാരിവട്ടം പാലത്തിന്റെ വിലയേ ഉള്ളൂ. നീ കിടന്നതിന് ഉരുളൊന്നും വേണ്ട. കണ്ട അവൻ പറഞ്ഞ അത് തകർന്നടിഞ്ഞ് പോകുന്നതാണ് എന്ന കാര്യത്തിൽ എന്താ തർക്കം? അയ്യപ്പദാസിന് തർക്കമുണ്ടോ? അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമെന്നാ ഇപ്പൊ എന്റെ പേര്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇവിടെ ഭരണഘടനയുടെ 356 വകുപ്പ് ഈ രാജ്യത്ത് പ്രയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് അംബേദ്കർ പറഞ്ഞിട്ട് ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ അത് പ്രയോഗിച്ചു എന്ന് മാത്രമല്ല. അല്ല പറയട്ടെ, അയ്യപ്പദാസ് അങ്ങനെ പോലെ അല്ല പറയട്ടെ. ഭരണഘടനയിൽ 356 അനുച്ഛേദം പ്രയോഗിക്കപ്പെടില്ല എന്ന് പറഞ്ഞ അംബേദ്കർ അല്ലേ, അംബേദ്കർ പറഞ്ഞ ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ആ 59 പിരിച്ചുവിട്ടു. എന്നിട്ട് ഇപ്പോ ജയ് ഭീം എന്ന മുദ്രാവാക്യമാണ്. എന്ത് ഭീം? പാലാരിവട്ടത്തിൽ തകർന്നു പോയ ഭീമിനെ പറ്റിയാണോ ഞങ്ങൾ ഈ മുദ്രാവാക്യം? അത് നമുക്ക് കാണാൻ കഴിയും. ശ്രീ സജീഷ്, ജയ് ഭീം എന്നത് ഒരു മുദ്രാവാക്യമാണ്. അത് ഈ നാട്ടിൽ ഒരു വിഭാഗം ഉയർത്തുന്നതാണെന്ന് അറിയാത്ത വ്യക്തിയാണോ ശ്രീ പെരുന്നെല്ലി? അദ്ദേഹത്തിന് തോന്നുന്നത് പാലാരിവട്ടം ഭീം എന്ന് വിളിച്ചെന്നാണ്. അയ്യപ്പദാസ്, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതായത് പറയാൻ അർഹതയില്ലാത്ത ആളുകൾ പറയുമ്പോൾ ആ കാര്യങ്ങൾക്ക് യഥാർത്ഥ മൂല്യങ്ങളുടെ വിലയുണ്ടാകില്ല. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. മുരളി പെരുന്നെല്ലി ആ ജയ് ഭീം എന്ന അഭിസംബോധനയോട് അവഹേളനമോ ഒന്നും കാണിച്ചിട്ടില്ല. അതാണ് താങ്കളുടെ പോയിന്റ്. താങ്കൾ അത് പറഞ്ഞേക്കൊന്നെങ്കിൽ പിന്നെ നമുക്ക് ആ പോയിന്റ് വിടാം. എന്നിട്ട് ഞാൻ വളരെ സന്തോഷം. ഞാൻ ശ്രീ ഷഫീറിലേക്ക് പോകും. ഒരു കാര്യം ശ്രീ അയ്യപ്പദാസ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏതെങ്കിലും വാക്കുകളുടെ മുകളിലാണ് ചർച്ചയെങ്കിൽ ആവാം, നമുക്ക് പദാവലിയും എല്ലാം എടുത്തു വെച്ച് ചർച്ചയാകാം. മൂല്യങ്ങളുടെ മുകളിലാണ് ചർച്ചയെങ്കിൽ ആ മൂല്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് എന്താ അവകാശം? ഈ ദിവസങ്ങളിൽ വാക്കുകളെ സംബന്ധിച്ച് പ്രതിനിധാനം ചെയ്യുന്നത് താങ്കൾക്ക് അറിയാത്തതല്ല. വാക്കുകളാണ് ആശയങ്ങളാവുന്നത്. ആ ആശയങ്ങളാണ് ഓരോ പ്രസ്ഥാനത്തിനെയും പ്രതിനിധാനം ചെയ്യുന്നത്. ആ ആശയത്തിൽ നിന്നുകൊണ്ടാണ് അയ്യപ്പദാസ് ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ചർച്ചയ്ക്ക് ഒരു സാമാന്യമായ രീതി ഒരു വാചകങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് പോട്ടെ. അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പം എന്താ നഷ്ടം? നമ്മൾ എത്ര കാലമായി ചർച്ചയിൽ ഇരിക്കുന്നു. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. താങ്കളോടുള്ള 3 ചോദ്യങ്ങളോട് ഞാൻ ഇടപെട്ടേ ഇല്ല. ചർച്ച തുടങ്ങുക അങ്ങനെയാണ്, താങ്കൾക്കറിയാം. എല്ലാ സമയവും മിണ്ടാതിരിക്കാന്നും പറയരുത്. ഒരു ഉപചോദ്യം ഇടയ്ക്ക് ചോദിക്കും, താങ്കൾ അത് കേട്ട് മറുപടി പറയും. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. താങ്കൾ ഒരു കാര്യം അല്ലല്ല, താങ്കൾ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പാടില്ല. ശരി അയ്യപ്പദാസ്, ഞാൻ പറയട്ടെ, താങ്കൾ ഉന്നയിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ മറുപടി പറയുന്നത്. താങ്കളുടെ മറുപടി ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മനോരമയിൽ ജോലി ചെയ്യേണ്ടി വരുമല്ലോ. അതൊന്നും പറഞ്ഞില്ല. സജി ചെറിയാൻ തെറ്റ് ചെയ്തോ എന്നത് എന്റെ മറുപടിയാണ്, ചോദ്യമാണ്. തെറ്റാണ്, തെറ്റല്ല. ഇതിലോ അല്ലല്ല, താങ്കൾ പറഞ്ഞിട്ടുണ്ടോ സമയം 8:38? താങ്കൾ പറഞ്ഞിട്ടുണ്ടോ 38 മിനിറ്റായി? ഈ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? സജി ചെറിയാന്റെ തെറ്റാണോ അല്ലയോ? പാർട്ടി നിലപാടെന്താ? തെറ്റല്ല, തെറ്റാണ് പറഞ്ഞിട്ടുണ്ടോ? ഇത് പറഞ്ഞ താങ്കൾ മനോരമയിലെ സ്റ്റാഫ് ഒന്നും ആവില്ല ശ്രീ സജീഷ്. അല്ല, യെസ് ഓർ നോ ഉത്തരമല്ലല്ലോ ഞാൻ പറയുന്നത്. താങ്കൾ ആ ചോദ്യം നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് CPM പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു. താങ്കൾ പറഞ്ഞോ കാരണം? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം? അയ്യപ്പദാസ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? അയ്യപ്പദാസ്, ഒരു വാചകം പറയാൻ വേണ്ടി സമ്മതിക്കുന്നു. ഇത് ചർച്ചയല്ലേ? താങ്കൾക്ക് എങ്ങനെ മനസ്സിലാവും? താങ്കൾ ഞാൻ പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞത് കേട്ടോ? ഇപ്പോഴല്ല ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യം നേരത്തെ ചോദിച്ചു, താങ്കൾ ഉത്തരം പറഞ്ഞില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ താങ്കൾക്ക് നേരത്തെ ഉത്തരം നൽകിയിട്ടുണ്ട്. വീണ്ടും താങ്കൾക്ക് ഒരു ക്ലാരിറ്റി ഉള്ള ഉത്തരം കൂടി നൽകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ താങ്കൾ ഇടപെടുകയാണ്. ദയവ് ചെയ്ത് സമയം തെറ്റല്ല. താങ്കൾ സഹിഷ്ണുത കൂടി കാണിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സിമ്പിൾ ചോദ്യം, തെറ്റാണോ തെറ്റല്ലേ? താങ്കളുടെ എസ് ഓർ നോ ഉത്തരം പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പോകുമല്ല, ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. അതായത് നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ
അയ്യപ്പദാസ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടിരുന്ന താങ്കൾ പറഞ്ഞിട്ടില്ല സാർ, താങ്കൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, 2 വാക്ക് കേട്ടിരുന്ന? ഇല്ല, കേട്ടില്ല. കാരണം എന്താ, താങ്കൾ ഉത്തരത്തിലേക്കല്ല സാർ വരുന്നത്. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയിരുന്നു. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞൊരു 3ാമത്തെ വാക്ക് എനിക്ക് പറഞ്ഞൂടെ? പറയൂ, 3ാമത്തെ വാക്കിന് കാത്തിരിക്കുന്നു. 2 വാക്കിൽ നിർത്തണമെന്നാണോ? എന്തൊക്കെയാണ് ഈ ചർച്ച? എനിക്ക് 3ാമത്തെയും 4ാമത്തെയും ഒക്കെ വാക്കുണ്ടാവും ഒരു വാചകത്തിൽ. ഞാൻ ഞാൻ ഈ ചോദ്യം ഏതൊക്കെ സമയത്ത് ചോദിച്ചു, അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു. മാത്രമല്ല, നമുക്കത് ഈ ഡിബേറ്റും ഹിസ്റ്ററിയുടെ ഭാഗമാണ്, ആളുകൾക്ക് എടുത്തു പരിശോധിക്കാം ഈ മണിക്കൂർ കഴിഞ്ഞാലും. ശ്രീ സജീഷ്, താങ്കളുടെ പോയിന്റ് പൂർത്തിയായിക്കോളൂ. അയ്യപ്പദാസ് ശ്രമിക്കുന്നത് എന്താണെന്ന് ശ്രീ അയ്യപ്പദാസ് ഒരു കാര്യം, താങ്കൾ ശ്രമിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് താങ്കൾക്കൊരു വൃത്തത്തിനകത്ത് ഈ ചർച്ച പോകണം. ഞാൻ ആ വൃത്തത്തിനകത്ത് പുറത്തേക്ക് പോകാം, പക്ഷേ വൃത്തത്തിലെ കളങ്ങളൊന്ന് നിറയ്ക്കാൻ ആദ്യം ശ്രീ സജീഷ്, അതിന് സഹകരിക്കും. പിന്നെ നാണക്കെടുത്തി. താങ്കളുടെ വൃത്തത്തിനകത്ത് നൃത്തം ചെയ്യണമെങ്കിൽ താങ്കൾ വരച്ച വൃത്തത്തിനകത്ത് നൃത്തം എന്ന് വെച്ചാൽ സജി ചെറിയാൻ തെറ്റാണോ എന്ന ചോദ്യത്തിന് ഇന്ന് CPM പ്രതിനിധി മറുപടി പറയില്ല. അക്കാര്യത്തിൽ CPM എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് CPM പ്രതിനിധി ഇന്ന് മറുപടി പറയില്ല എന്ന് ഞാൻ പറയുന്നത്. വിരുദ്ധമാണ് എന്ന് പൊതുനിലപാടിന് വിരുദ്ധമാണെന്ന് പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അതിനോട് പ്രതികരണം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ മറുപടി പറയും. അല്ല, എവിടെ ഈ ചോദ്യങ്ങൾക്ക് താങ്കൾ പറഞ്ഞ മറുപടി എവിടെ? ഞാൻ താങ്കൾക്ക് ഇനിയും സമയം തരും. ഈ 3 ചോദ്യങ്ങൾക്ക് താങ്കൾ പറഞ്ഞ മറുപടി പറയാൻ. അയ്യപ്പദാസ് ഒന്ന് നിർത്ത്. താങ്കൾ ആവോളം പറഞ്ഞു. അയ്യപ്പദാസ്, സത്യത്തിൽ നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ചോദ്യം, എൻ്റെ ഉത്തരം, അവിടെ നിൽക്കാം. ഞാൻ പറയട്ടെ, അതായത് താങ്കൾ എന്നെ കൊണ്ട് മറുപടി പറയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ മറുപടി പറയില്ല എന്ന് പറയരുത്. ഞാൻ പറഞ്ഞ വാചകത്തിന്റെ ബാക്കി ഞാൻ പറയാം. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടുത്തെ ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ അതിശക്തമായ രീതിയിൽ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരായി ശക്തമായ നിലപാടെടുത്ത് CPIM-ഉം ഇടതുപക്ഷവുമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ മന്ത്രിയായിരുന്ന ശ്രീ സജി ചെറിയാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘപ്രസംഗത്തിലെ ആശയങ്ങൾക്കപ്പുറത്തേക്ക് ചില വാചകങ്ങൾ എടുക്കുമ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നും അത് തെറ്റിദ്ധാരണ ഇടയാക്കും എന്ന സാഹചര്യവും വന്നപ്പോൾ ആ മൂല്യങ്ങൾ വിരുദ്ധമാകും. ശ്രീ സജീഷ്, നന്ദി. CPM പറഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. CPM ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാകും. നന്ദി ശ്രീ സജീഷ്. ആ പ്രതികരണത്തിന് CPM ഇതുവരെ നടത്തിയിട്ടില്ലാത്ത പ്രതികരണമാണത്. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇനി താങ്കൾ വ്യാഖ്യാനിക്കുന്നത് താങ്കളുടെ ലക്ഷ്യം എന്താണ്? ചർച്ചയിൽ കാണിക്കരുത്. അയ്യപ്പദാസിന്റെ ലക്ഷ്യം എന്താ? എന്റെ അടുത്ത് വരരുത്, മനസ്സിലായോ? ഞാൻ പറയട്ടെ എന്തിനാ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? എന്ത് മനുഷ്യത്വരഹിതമായി പെരുമാറാൻ വേണ്ടി പാടില്ല. ആദ്യം മര്യാദയ്ക്ക് വരട്ടാമെന്ന് വിചാരിക്കുന്നു. അയ്യപ്പദാസ് എന്ത് വരട്ടാമെന്ന് വിചാരിക്കുന്നത് ശ്രീ സജീഷ്. വളച്ചൊടിക്കുന്നത് എവിടെ വളച്ചൊടിച്ചു? ഇത് നിങ്ങൾ ഉയർത്തുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് താങ്കൾ പറഞ്ഞില്ലയോ? നിങ്ങൾ ഉയർത്തുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് താങ്കൾ പറഞ്ഞില്ലയോ? ഞാൻ ഇന്ന് വരെ താങ്കളോട് ഇങ്ങനെ പറയേണ്ടി ഷാർപ്പ് ചോദ്യമാണ്. നിങ്ങൾ ഉയർത്തുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് താങ്കൾ പറഞ്ഞില്ലയോ? ഇപ്പൊ തൊട്ടുമുമ്പത്തെ മറുപടി പറഞ്ഞു. അതിനുത്തരം പറ. ഞാൻ നിങ്ങൾ ഉയർത്തുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് താങ്കൾ പറഞ്ഞോ ഇല്ലയോ? അതായത് അത് ഇതുവരെ CPM പറഞ്ഞിട്ടില്ല സാർ. ഞാൻ അതാണ് ഓർമ്മിപ്പിച്ചത്. താങ്കൾ എന്തിനാ എന്നോട് ചൂടാവുന്നത്? എന്തു ചെയ്യാനാ ചെമ്പകം? എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. തെറ്റിദ്ധാരണ പരത്തുമെന്നാ പറഞ്ഞത്. വിരുദ്ധമായി അല്ലല്ല, മൂല്യങ്ങൾക്ക് വിരുദ്ധം. ഞാനിപ്പോ റീവൈൻഡ് ചെയ്ത് കേൾപ്പിക്കും. ശ്രീ സജീഷ്, ഞാനതിപ്പോ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞ് ആ ഭാഗം ഞാൻ എടുപ്പിച്ച് താങ്കളെ കേൾപ്പിക്കും. നിങ്ങൾ ഉയർത്തുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധം എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാനത് ഏറ്റു പറഞ്ഞതിൽ എന്താ തെറ്റ്? താങ്കൾ പറയാൻ ഉദ്ദേശിച്ചില്ലേ? അറിയാതെ നാവിൽ നിന്ന് വന്നു പോയതാണോ? എന്റെ കുഴപ്പമില്ല. ഇങ്ങനെ ഇടപെട്ടാൽ എങ്ങനെ? അപ്പൊ പിന്നെ അത് പറയൂ. അല്ലല്ല, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. CPM 2 ദിവസമായി പറയാത്തൊരു പ്രതികരണം താങ്കൾ നടത്തി. അത്ര ഞാൻ ഓർപ്പിച്ചുള്ളൂ. അതിന് താങ്കൾ എന്നെ വരട്ടൊന്നും വേണ്ട. കൂടി ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് മറ്റൊരു രീതി ചർച്ചയിൽ സ്വീകരിക്കരുത്. അത് ഞാൻ താങ്കളോട് പറയുകയാണ്. മറ്റൊരു രീതി സ്വീകരിക്കരുത്. ഒരു രീതിയില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. താങ്കളുടെ മറുപടി പൂർത്തിയാക്കുമ്പോൾ ഞാൻ ശ്രീ ഷഫീറിലേക്ക് പോകും. സാമാന്യ മര്യാദയാണ്. സാമാന്യ മര്യാദ തിരിച്ചും വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൃത്യമായി പറയാൻ അവസരം തരൂ ശ്രീ അയ്യപ്പദാസ്. അതല്ലേ അതിന്റെ ഒരു മര്യാദ?
താങ്കൾ നാളെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നും എന്നെനിക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. താങ്കൾ വെച്ച മനോരമയുടെ എന്താ പറയുക, ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും മറ്റൊന്നും കാണാതെ ഞാൻ സംസാരിക്കുകയാണ്. എത്രയെല്ലാം കാര്യങ്ങൾ അവിടെ എത്തുന്നു, അതിന്റെ ഇടയിൽ താങ്കളുടെ ഘോരമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, അതായത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ആ വാചകം എനിക്ക് തീർത്തും പറയണം, തീർത്തും പറഞ്ഞിട്ടേ പോകൂ, ഒരു തർക്കമോ കാര്യത്തിലില്ല. അതായത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുന്ന രീതിയിൽ ഈ രാജ്യത്ത് BJPയും സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി ശക്തമായി രാജ്യത്ത് തെരുവിൽ പോരാടുന്ന പ്രസ്ഥാനമാണ് CPM ഇടതുപക്ഷവും. ഞാൻ നേരത്തെ പറഞ്ഞ CAAയും അതുപോലെ തന്നെ മുത്തലാഖും കാശ്മീർ വിഷയവും എല്ലാം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, മതനിരപേക്ഷതയുടെ വിഷയങ്ങൾ എല്ലാം തെരുവിൽ ഞങ്ങളുണ്ട്. ആ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യം ശരിയല്ല എന്നതുകൊണ്ട് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. മൂല്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന രീതിയിൽ എന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. ഇനി അതിൽ തർക്കമില്ല. പ്രേക്ഷകരും കേട്ടതാണ്. പ്രേക്ഷകർക്കും ഇത് റീവൈൻഡ് ചെയ്ത് യൂട്യൂബിൽ കാണാം. മൂല്യങ്ങൾക്ക് വിരുദ്ധ ശ്രീ അയ്യപ്പദാസ് അല്ല ശ്രീ സജീഷ്, ഇതിൽ തർക്കമില്ല. താങ്കൾ അതിനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ അതിന് പ്രകോപിതനാവാൻ ഇല്ല. ഞാൻ കേട്ട കാര്യം ഞാൻ അപ്പൊ തന്നെ എടുത്ത് കോട്ട് താങ്കൾ ഒരു കാര്യം താങ്കൾ ശ്രമിക്കുന്നത് എന്തിനാണ്? താങ്കൾ ശ്രമിക്കുന്നത് എന്നിൽ നിന്ന് ഞാൻ പറയുന്ന ആശയങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ ആ ആശയങ്ങൾ മുറിച്ചു കളയാനാണോ? അല്ലല്ലോ. അല്ല, താങ്കൾ ഇടപെട്ട് നമ്മൾ ദീർഘനേരം ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് അറിയാം, എനിക്ക് എന്റെ ഒരു വാചകവും ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ആ രീതിയിലാണ് താങ്കൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ ഈ രീതിയിൽ ഇടപെടുന്ന ശരി, ഞാൻ താങ്കളോട് തർക്കിക്കാനില്ല. നോക്ക്, ഒറ്റ പോയിന്റേ ഉള്ളൂ. ഞാൻ ആദ്യം കേട്ടത് ശ്രീ അയ്യപ്പദാസ്, ഒരു സെക്കൻഡ് ശ്രീ സജീഷ് തിരിച്ചും കേൾക്കുന്നേ. ഞാൻ താങ്കൾ നിർത്തിയപ്പോൾ ഞാൻ തിരിച്ചു പറയാം, ഒന്ന് കേൾക്കുന്നേ. ഞാൻ പറഞ്ഞ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഇടയിൽ ഇടപെടൽ ഉണ്ടാവുമ്പോൾ എനിക്ക് പ്രയാസമാണ്. മനസ്സിലായോ? എനിക്കതിൽ പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ള കാര്യങ്ങളെ ഞാൻ പറയൂ. അത് ആലോചിച്ചും തീരുമാനിച്ചും തന്നെയാ വരുന്നത്. പിന്നെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, മൂല്യങ്ങൾക്ക് വിരുദ്ധമായ എന്ന വാക്കാണ് ഇപ്പൊ താങ്കൾ വിശദീകരിച്ചപ്പോൾ ആ വാക്കില്ല. എനിക്ക് മനസ്സിലാവുന്ന താങ്കളുടെ ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോയത് ഒരു സത്യം. അതുകൊണ്ട് അത്രയും ഞാൻ കരുതുന്നുള്ളൂ. അത് കേട്ടപ്പോൾ ഞാൻ ഇടപെട്ട് അത് കോട്ട് ചെയ്തു. ഇത്രയും ചെയ്തുള്ളൂ. ആ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോഴും ആ ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഇല്ല, ആവശ്യമില്ല. താങ്കൾ പറഞ്ഞു. ഇപ്പൊ താങ്കൾക്ക് അത് പറഞ്ഞത് അബദ്ധമായും തോന്നുന്നുണ്ടാകാം. താങ്കൾ തിരുത്തി, താങ്കൾ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു, തെറ്റിദ്ധരിക്കപ്പെടാമെന്ന് മാറ്റി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ശ്രീ ഷഫീർ, താങ്കളുടെ മറുപടി. അങ്ങനെയൊന്നും അയ്യപ്പദാസ് ഞാൻ ഇടവേള എടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് തോന്നുന്നത് ആ ഭാഗം ഒന്ന് കട്ടി തീർക്കാൻ പറ്റിയ നന്നായിരിക്കും തോന്നുന്നു. വ്യാഖ്യാനിച്ചോ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.